ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പാർലമെന്റ് കൂടുമ്പോൾ ഞാൻ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും, പാർലമെന്റ് ആഞ്ഞടിക്കും എന്നൊക്കെ പറഞ്ഞു. പാർലമെന്റ് കൂടിയല്ലോ, ഈ രാഹുൽ ഗാന്ധി എവിടെ പോയി? ആഞ്ഞടിച്ചുമില്ല, ഒന്നുമില്ല. 8 ലക്ഷം കോടി രൂപ, 6 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ നിക്ഷേപകർക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞു. ഇന്ന് ആ നഷ്ടത്തെക്കുറിച്ച് എന്താ രാഹുൽ ഗാന്ധി പറയാത്തത്? കാരണം രാഹുൽ ഗാന്ധിക്ക് തന്നെ ഉണ്ടായിരിക്കുന്ന ലാഭം ഇത്രയും വലിയ ലാഭമാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവനെ കുറിച്ച് പറഞ്ഞ കള്ളം. എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ പത്രങ്ങൾ, ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധന്മാർ ഇതെന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് തിരിച്ചു ചോദിക്കുന്നില്ല? രാജ്യത്തിന്റെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു അട്ടിമറിക്ക് താങ്കൾ ശ്രമിച്ചിട്ട് ഇന്നിപ്പോൾ യാതൊരു പരുക്കും പറ്റാതെ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് താങ്കൾ ഇപ്പോൾ എന്താ മിണ്ടാത്തത് എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല. എന്താ കാരണം? അവർക്ക് ആവശ്യത്തിന് പണം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവരും പ്രതികരിക്കില്ല. ഇതാണ് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പുറകിലുള്ള യഥാർത്ഥ സത്യം. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഉദ്ദേശം എന്തെന്നാൽ ഇല്ലാത്ത ഷെയർ വിറ്റ് ആ കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആ കമ്പനിയുടെ മാർക്കറ്റ് തകർത്ത് വില താഴുമ്പോൾ ആ ഷെയർ വാങ്ങിച്ച് ലാഭം ഉണ്ടാക്കുന്ന ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണ് ഞങ്ങൾ എന്നവർ കൃത്യമായിട്ട് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവും. സെബി ഈ വിഷയം ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. അവസാനം ഇത് ഇവിടുത്തെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു എന്ന് കണ്ടപ്പോൾ സെബി ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രതികരിക്കുമ്പോൾ സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധുരി പുരി ബൂഞ്ച് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പല കമ്പനികളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആരോപണം കൊണ്ടുവന്നു. അത് തെളിയിക്കാൻ അവർ വെല്ലുവിളിച്ചപ്പോ ആരോപണം പിൻവലിക്കുന്നു, ആരോപണം ഇട്ടിട്ട് ഓടി. എന്നിട്ട് ഇന്ത്യയിലെ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത ഈ പറയുന്ന നഥാൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആ വ്യക്തി, അതായത് ഹിൻഡൻബർഗിന്റെ ഉടമസ്ഥൻ, ആ ഉടമസ്ഥനോട് ഇന്ത്യയിലെ സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾക്ക് തെളിവ് കൊണ്ടുവരൂ. ഇന്ത്യൻ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഇയാളെ തെളിവില്ല, ഇയാൾ വീണ്ടും ആരോപണം കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പ്രതികരിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് പല ആൾക്കാരും കേന്ദ്ര ഗവൺമെന്റിനെ കുത്താൻ നോക്കി. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു വഴിയെ പോകുന്ന വല്ല കാളികൂളിയോട് പ്രതികരിക്കാനുള്ള ആവശ്യമൊന്നും ഇന്ത്യ പോലൊരു ഗവൺമെന്റിനില്ല, അതുകൊണ്ട് അവൻ പോകുന്ന വഴിയെ പോട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും ആയപ്പോഴേക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഉഡായിപ്പ് തട്ടിപ്പ് പരിപാടിയാണ്. അതിന് ചൂട്ടുപിടിക്കാനും അതിന്റെ കൂടെ നിന്ന് ലാഭമുണ്ടാക്കാനും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു കളിപ്പാവയെ സായിപ്പന്മാർക്ക് കിട്ടി. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പാഠം. സാറേ, ഇത്തരത്തിൽ ഇപ്പോ നരേന്ദ്രമോദിജിയെ അട്ടിമറിക്കുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ആജീവനാന്ത പ്രധാനമന്ത്രിയാണ് ഈ രാഹുൽ ഗാന്ധി എന്നുള്ളത്, അല്ലെങ്കിൽ രാഹുൽ ഗണ്ഡി എന്നുള്ളത്. ഇയാൾക്ക് ആജീവനാന്ത പ്രധാനി പട്ടം കിട്ടിയിട്ടുള്ള ഈ നാട്ടിൽ ഒരു പക്ഷേ അധികാരം യാതൊരു വിധത്തിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുക എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇതൊക്കെ അതിന്റെ ഒരു രീതിയാണല്ലോ. ഏത് രീതിയിലും ഈ സർക്കാരിനെ, രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുക, തകർക്കാൻ വേണ്ടി കാണിക്കുക. ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടത് നമ്മൾ തന്നെ അത് തന്നെയാണ്. ബംഗ്ലാദേശിനെ പോലെ ഭാരതത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ എങ്ങനെയാണ് ഭാരതത്തെ ഇത്തരത്തിൽ ആക്രമിക്കാൻ പറ്റുക ഇവർക്ക്? അതായത് വളരെ എളുപ്പത്തിൽ പറയാം, നമ്മുടെ നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കേന്ദ്രമന്ത്രിയോ വിദേശത്തേക്ക് പോയി എന്നൊരു വാർത്ത വന്നാൽ പിറ്റേ ദിവസം വരുന്ന വാർത്ത ഇതായിരിക്കും: ജപ്പാനിൽ പോയി $5 ലക്ഷം കോടി വായ്പ ചോദിച്ചു, അമേരിക്കയിൽ പോയി 15 ലക്ഷം കോടി രൂപ വായ്പ ചോദിച്ചു, ബ്രിട്ടനിൽ പോയി 30 ലക്ഷം കോടി രൂപ തരാമോ എന്ന് ചോദിച്ചു. ഡോളറിലാണ് ചോദിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം അവിടെ വന്ന് കടം മേടിച്ചു കഴിഞ്ഞാൽ, എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ബ്ലേഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നതിന്റെ അവസ്ഥയാണ്. പിന്നെ അവൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. ഒരിക്കൽ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഭരിച്ച കാലത്ത് ഇന്ത്യയിലെ ഖജനാവിലെ സ്വർണം 400 ടണ്ണോ മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ബ്രിട്ടനിലെ ബാങ്കിൽ കൊണ്ടുപോയി നേരിട്ട് പണയം വെക്കേണ്ട ഗതികേട് ഭാരതത്തിലുണ്ടായി. ഇങ്ങനെ ഗതികെട്ട ധനകാര്യമന്ത്രിമാരെയാണ് ലോകം കണ്ടത്. എന്നാൽ ഇപ്പോഴോ
മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരുടെ കാലത്ത് വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കുകയും അവിടെയൊക്കെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് 100 കണക്കിന് ടൺ സ്വർണം തിരിച്ചു കൊണ്ടുവന്ന് സ്വന്തം ഖജനാവിൽ വെക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി വന്നു. അങ്ങനെ വരുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് ഇന്ത്യ അടിമയല്ല എന്ന് മാത്രമല്ല, ഇന്നൊരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളരുകയും ചെയ്യുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അതിനുവേണ്ടി ഉയർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ 65% ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന നമ്മുടെ ബംഗാളിലെ ഭരണാധികാരികൾ ജനാധിപത്യ രീതിയിൽ വന്നതാണ്. അങ്ങനെ അവിടെ അധികാരത്തിൽ വന്ന ആ ഭരണാധികാരിയെ മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ ആരാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്? മുഹമ്മദ് യൂനുസ് ഇടക്കാല ഗവൺമെന്റിന്റെ തലവനാണ്. നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്. എന്തിനാ നൊബേൽ പ്രൈസ് കിട്ടിയത്? സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ ആള് കഴിഞ്ഞ ആഗസ്റ്റ് 8-ാം തീയതി 16 മന്ത്രിമാരുമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായി. ഇയാൾക്ക് എത്ര ശതമാനം വോട്ടിന്റെ പിന്തുണയുണ്ട്? ഇയാൾ ഏത് ജനാധിപത്യ മാർഗത്തിലാണ് വന്നത്? ആരും ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ വരുന്നത് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ മുഹമ്മദ് യൂനുസാണ്. അപ്പൊ പാശ്ചാത്യ ശക്തികൾ, അമേരിക്ക അടക്കമുള്ള ശക്തികൾ സ്വീഡിഷ് അക്കാഡമിയുടെ പേര് വെച്ച് ഇതുപോലെയുള്ള അട്ടിമറി ഭീകരന്മാരെ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വിന്നറാണെന്നൊക്കെ പറഞ്ഞ് ജനപിന്തുണ ഉണ്ടാക്കിയെടുത്തിട്ട് അയാളെ മുൻനിർത്തിക്കൊണ്ട് പട്ടാള അട്ടിമറി നടത്തുകയാണ്. ഇതേ അട്ടിമറി വളർന്നു വരുന്ന ഭാരതത്തിനെതിരെ നടത്താനും ഇവര് ശ്രമിക്കേണ്ടായി. ഇന്ത്യയിലെ കർഷക സമരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം തന്നെ. ആ കർഷക സമരങ്ങളിൽ വരുന്നത് ആരാ? കോടീശ്വരന്മാരാ. എന്തുകൊണ്ടാ സാധാരണ കർഷകൻ സമരത്തിന് പോകാത്തെ? കോടീശ്വരന്മാരാ. അപ്പൊ കർഷക സമരം നടക്കുന്നു. അത് അവിടെ നടത്തുന്ന വിദ്യാർത്ഥി സമര. ഈ സമരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം പറഞ്ഞു ഷെയ്ഖ് ഹസീന പുറത്തു പോകണം, അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം, കൊട്ടാരം ഞങ്ങൾ പിടിച്ചെടുക്കും. അപ്പോൾ ഷെയ്ഖ് ഹസീന പുറത്തു പോയാൽ എല്ലാം തീർന്നു, അതാണ് ഞങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടോടി, രാജ്യത്തില്ല, അവർ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. എന്താ സമരം നിർത്താത്തെ? അപ്പോൾ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയാൽ മതിയെങ്കിൽ പുറത്താക്കിയെന്ന് മാത്രമല്ല, അവർ രാജ്യം വിടുകയും ചെയ്തു. എന്നിട്ട് സമരം എന്താ നിർത്താത്തെ? സമരം തുടരുക. അപ്പൊ സമരത്തിന്റെ ലക്ഷ്യം വേറെന്തോ ആയിരുന്നു. ഈ വേറെന്തോ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ഒന്നുകിൽ കൊന്നെടുക്കുക, അല്ലെങ്കിൽ മതം മാറ്റുക. ഇതാണ് അവിടുത്തെ ലക്ഷ്യം. ഇതിന്റെ പിറകിൽ അമേരിക്കയാണെന്ന് ഷെയ്ഖ് ഹസീന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അമേരിക്കയോട് കൃത്യമായി ഷെയ്ഖ് ഹസീന പറഞ്ഞ കാര്യം, അമേരിക്ക ഒരു കാര്യം ഷെയ്ഖ് ഹസീനയോട് ആവശ്യപ്പെട്ടു. ധാക്ക തീരത്ത് നിന്ന് 9 കിലോമീറ്റർ ഉള്ളിൽ കടലിൽ കിടക്കുന്ന മാർട്ടിൻ ദ്വീപ് എന്ന് പറയുന്ന ദ്വീപ് അമേരിക്കയ്ക്ക് സൈനിക താവളം ഉണ്ടാക്കാൻ വിട്ടുകൊടുക്കണം. ഷെയ്ഖ് ഹസീന പറഞ്ഞു പറ്റില്ല, അത് ഞങ്ങളുടെ ആഭ്യന്തര അധികാരമാണ്. അപ്പോൾ എന്തിനാണ് ഈ ദ്വീപ് വിട്ടുകൊടുക്കുന്നത്? ചൈനയ്ക്കെതിരെ പടയൊരുക്കം നടത്താനാണ്. അതിന്റെ കൂടെ ബംഗ്ലാദേശിനെ ഞങ്ങൾ രക്ഷിച്ചോളാം എന്നൊരു വാചകം കൂടെയുണ്ട്. അങ്ങനെ ഇവര് രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ രാജ്യങ്ങളെ അമേരിക്ക രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഏത് രാജ്യത്തെയാണ് രക്ഷിച്ചിട്ടുള്ളത്? അതും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീന അമേരിക്കക്കെതിരായിട്ടുള്ള നിലപാടെടുത്തു. ഈ സെന്റ് മാർട്ടിൻ ദ്വീപ് വിട്ടു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സെന്റ് മാർട്ടിൻ ദ്വീപ് വിട്ടു തരില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈനിക താല്പര്യങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു ഭരണാധികാരി അവിടെ വേണ്ട, അവർ തീരുമാനിച്ചു. ആ ഭരണാധികാരിക്കെതിരെ അപ്പോഴുള്ള ഒരു സംവരണ നിയമം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചു. ആ സംവരണ നിയമം ഇവർ പെട്ടെന്ന് പിൻവലിച്ചു. പെട്ടെന്ന് പിൻവലിച്ചിട്ട് അവർ പറഞ്ഞു കോടതി പറയുന്ന പോലെ ചെയ്യാം. അപ്പൊ കോടതി പറഞ്ഞു 30% സംവരണം വേണ്ട, 5% മതി. അപ്പോഴേ ഷെയ്ഖ് ഹസീന പറഞ്ഞു ശരി, കോടതി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, സംവരണം വേണ്ട. സംവരണം വേണ്ട പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടും സമരം അവിടെ നിൽക്കുകയാണ്. ഇതേ അട്ടിമറിയാണ് കർഷക നിയമങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നടത്തിയത്. അപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന്റെ കൃത്യമായ സെൻസ് കിട്ടിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ഈ നിയമങ്ങൾ പിൻവലിക്കുന്നു രാജ്യ താല്പര്യത്തിന് വേണ്ടി, ഞാൻ ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് കർഷക താല്പര്യത്തിന് വേണ്ടി. അപ്പൊ കർഷക താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമം രാജ്യ താല്പര്യത്തിന് വേണ്ടി പിൻവലിക്കുന്നു.
കാരണം രാജ്യത്തെ അട്ടിമറിക്കാൻ കർഷക ജനവിഭാഗത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ആഭ്യന്തര കലാപത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഈ പറഞ്ഞ അന്താരാഷ്ട്ര ശക്തികൾ അമേരിക്ക അടക്കമുള്ളവർ ശ്രമിച്ചപ്പോൾ അതിന്റെ ഫ്യൂസ് ഊരി വിട്ട തന്ത്രമായിരുന്നു നരേന്ദ്രമോദി ചെയ്തത്. ഇവിടെ ഷെയ്ഖ് ഹസീന ഫ്യൂസ് ഊരി വിട്ടു എങ്കിൽ പോലും ഫലിച്ചില്ല. കാരണം പട്ടാളം അവരുടെ കയ്യിലില്ലായിരുന്നു. പട്ടാളം അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഈ കളി നടക്കില്ല. അപ്പോൾ പലരും പറയാറുണ്ട്, ഇതാ ഭാരതത്തിലേക്ക് വരാൻ പോകുന്നു, ഭാരതത്തെ കീഴടക്കും, ബംഗ്ലാദേശിൽ ജയിച്ചു എന്ന്. ഭാരതത്തെ കീഴടക്കാൻ അവസരങ്ങൾ ഇവർ രണ്ടെണ്ണം നോക്കി. ഒന്ന്, കർഷക സമരം പാളിപ്പോയി, പരാജയപ്പെട്ടു പോയി. രണ്ട്, തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ നരേന്ദ്രമോദിയെ തന്നെ അട്ടിമറിക്കാവുന്ന എല്ലാ കരുനീക്കങ്ങളും നടത്തി ഭൂരിപക്ഷമില്ലാതെ താഴെ പോകുമെന്ന് കരുതി. പക്ഷെ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വന്നു. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇനി മേലാൽ ഇവരുടെ ഒരു കളിയും ഭാരതത്തിന്റെ മണ്ണിൽ വച്ച് പുറപ്പിക്കില്ല. ഭാരതത്തിന്റെ മണ്ണിൽ നടക്കാനും പോകുന്നില്ല. കാരണം ഭാരതം ബംഗ്ലാദേശ് അല്ല. ബംഗ്ലാദേശിൽ അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് അവർക്ക് പിന്തുണ കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുള്ള ബഹുജന അടിത്തറ അവർക്ക് ഉണ്ടെങ്കിൽ പോലും പട്ടാളത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പട്ടാളത്തിനെ ഉപയോഗിക്കാൻ സാധിച്ചു. പക്ഷെ ഇന്ത്യൻ പട്ടാളത്തെ അമേരിക്കയ്ക്ക് വിലക്കെടുക്കാൻ കഴിയില്ല. ഇന്ത്യയില് ഈ ഒരു പപ്പുവിനെ വിലക്കെടുക്കാൻ പറ്റും, കുറെ പത്രങ്ങളെയും ചാനലുകളെയും വിലക്കെടുക്കാൻ പറ്റും. പക്ഷെ ഇന്ന് എത്ര പത്രങ്ങളെയും എത്ര ചാനലുകളെയും എത്ര പ്രതിപക്ഷ നേതാക്കളെയും അമേരിക്ക അടക്കമുള്ളവർ വിലക്കെടുത്താൽ പോലും ഭാരതം അതിന്റെയൊക്കെ അപ്പുറത്ത് കളിക്കാൻ കഴിയുന്ന കളി അറിയുന്ന ആശാനാണ് ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഈ അട്ടിമറി നീക്കം ഭാരതത്തിൽ വിജയിക്കില്ല. മറ്റേത് രാജ്യത്ത് ചിലപ്പോൾ വിജയിച്ചു എന്ന് വരും, ഈവൻ ചൈനയിൽ പോലും. പക്ഷെ ഇവിടെ വിജയിക്കില്ല.